സംസ്ഥാനത്തെ 6 ഗ്രാമപഞ്ചായത്തുകളിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ LDF-ന് 4ഇടത്തും UDF-ന് 2ഇടത്തും ജയം. കാസർഗോഡ് പെരിയ, പുല്ലൂർ, കോട്ടയം, എരുമേലി, ആലപ്പുഴ, വീയപുരം, നെടുമുടി പഞ്ചായത്തുകളിലാണ് LDF വിജയിച്ചത്. എറണാകുളം, വെങ്ങോല, മലപ്പുറം, തിരുവാലി പഞ്ചായത്തുകളിലാണ് UDF-ന് അധ്യക്ഷ സ്ഥാനം ലഭിച്ചത്. എറണാകുളം വെങ്ങോല പഞ്ചായത്തിൽ UDF-ന്റെ ഷമിത ഷെരീഫ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2020-യും SDPIയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 27-ന് ക്വാറം തികയാത്തതിനെ തുടർന്നാണ് പഞ്ചായത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. കോട്ടയം എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDF നേടി. CPIM-ലെ അമ്പിളി സജീവനാണ് പ്രസിഡന്റ്. പട്ടികവർഗ സംവരണമാണ് പ്രസിഡന്റ് സ്ഥാനം. 24 വാർഡുകളിൽ 14ഇടത്തും UDF വിജയിച്ചിരുന്നുവെങ്കിലും പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് UDF-ന് അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. UDF അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. ആലപ്പുഴ വീയപുരം പഞ്ചായത്തിൽ LDF-ന്റെ P. ഓമന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പട്ടികജാതി സ്ത്രീ സംവരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. പഞ്ചായത്തിൽ UDF-ന് ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും പട്ടികവർഗത്തിൽ നിന്നുള്ള വനിതാ അംഗം UDF-ന് ഉണ്ടായിരുന്നില്ല. നെടുമുടി പഞ്ചായത്തിൽ LDF-ന്റെ PK വിനോദ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ UDF വിജയിച്ചു. കോൺഗ്രസിൽ നിന്നുള്ള സുമയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉപാധ്യക്ഷ സ്ഥാനം മുസ്ലിം ലീഗിനാണ്. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം LDF തിരിച്ചുപിടിച്ചു. ഡോക്ടർ സബിത അധ്യക്ഷയാകും. LDF-ഉം UDF-ഉം തുല്യമായതോടെ നറുക്കെടുപ്പിലൂടെയാണ് LDF-ന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഉറപ്പായി നൽകുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.